ആഭ്യന്തരമന്ത്രിയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കി കണ്ണൂരിൽ അറസ്റ്റിൽ. പോലീസ് ഓടിച്ചിട്ട് പിടികൂടിയത് അഭിഭാഷകയെ കാണാനെത്തിയപ്പോഴാണ്. ഫ്ളാറ്റിൽ എത്തിച്ച ഓട്ടോ ഡ്രൈവറുടെ സംശയം മൊഴി അതാണ് അർജുനെ കുടുക്കിയത്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ്. ജോസഫ്, 2-3 ദിവസങ്ങളായി പോലീസിനെ വട്ടം കറക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ കഴിഞ്ഞ ദിവസം അർജുൻ ആയങ്കിക്കായി പത്തനംതിട്ടയിൽ തിരച്ചിൽ നടത്തുമ്പോഴാണ് ഇങ്ങിവിടെ കണ്ണൂരിൽ നിന്ന് അറസ്റ്റിലായി അല്ലെങ്കിൽ പിടികൂടി എന്ന വാർത്തകൾ പുറത്തു വരുന്നത്. തികച്ചും നാടകീയമായി തന്നെയായിരുന്നു നീക്കങ്ങളെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വപ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിമിനൽ കേസ് പ്രതിയായിട്ടുള്ള അർജുൻ ആയങ്കിയെ ഇന്ന് 2:30 കൂടിയാണ് പോലീസ് വളഞ്ഞിട്ട് പിടികൂടിയത്. ഈ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അഭിഭാഷകരുടെ വീട് വളഞ്ഞ് പോലീസ് പിടികൂടുകയായിരുന്നു. എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇയാൾ കണ്ണൂരിലുണ്ട് എന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഓട്ടോ ഡ്രൈവറുടെ ഉൾപ്പെടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ പരിശോധന കർശനമാക്കിയതും ഇയാളെ 2:30 കൂടി ഇത്തരത്തിൽ ഈ ഫ്ളാറ്റിൽ നിന്ന് പിടികൂടുകയും ചെയ്തു. എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയെയും അതുപോലെ തന്നെ ഭരണ സംവിധാനങ്ങളെയും വെല്ലുവിളിക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുകയും ചെയ്തതിനെതിരെയാണ് ഇയാൾക്കെതിരെ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഊന്നുങ്കൽ CAയെ ഭീഷണിപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ഇദ്ദേഹത്തിനെതിരെ കേസുണ്ട്. നിലവിൽ കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നൽകിയിരിക്കുന്ന പരാതിയിലാണ് ഇപ്പോൾ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ എറണാകുളത്ത് നിന്ന് വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അർജുൻ ആയങ്കിയെ കൈമാറും എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് മെഡിക്കൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ പിടിയിലാകുന്ന ഘട്ടത്തിലും പരിഹാസങ്ങളും ആക്ഷേപങ്ങളും അദ്ദേഹം കുറച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ജോസഫ്, അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സിസ്റ്റത്തിനെതിരെയും സംവിധാനങ്ങൾക്കെതിരെ ആഭ്യന്തരമന്ത്രിക്കെതിരെ പോലീസിനെതിരെ ഒക്കെ വലിയ രീതിയിൽ ആ ശരീരഭാഷയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അർജുൻ ആയങ്കിയുടെ വലിയ രീതിയിലുള്ള പരിഹാസം തന്നെയാണ് അദ്ദേഹം നടത്തുന്നത്. പക്ഷേ ഈ സൂചിപ്പിച്ചതുപോലെ ഇത്രയും 3 ദിവസമായിട്ടും എവിടെയാണെന്ന് കൃത്യമായി ഒന്ന് സ്പോട്ട് ചെയ്യാൻ ഒരുപക്ഷെ പോലീസിന് സാധിച്ചില്ല എന്നത് ഒരു കുറവ് തന്നെയാണ്. അത് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. അതിനർത്ഥം കൃത്യമായി അർജുൻ ആയങ്കിയെ സംരക്ഷിക്കുന്ന ഇടങ്ങൾ, കേന്ദ്രങ്ങൾ, ആളുകൾ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. സ്വപ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ ആരൊക്കെയാണ് ഈ അർജുൻ ആയങ്കിക്ക് കവചമൊരുക്കിയത് എന്നുള്ള കാര്യത്തിൽ പോലീസ് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. കാറ് നൽകിയവർ, ഒളിത്താവളങ്ങൾ ഒരുക്കിയവർ, നിയമസഹായം ചെയ്തവർ, അതുപോലെ തന്നെ സാമ്പത്തിക സഹായം ചെയ്തവർ എന്നിവരെ മുഴുവൻ പോലീസ് കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം CPM നേതാക്കൾ ഉൾപ്പെടെ അർജുൻ ആയങ്കിയെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒടുവിൽ ഗതികെട്ട് പോലീസിന്റെ മുമ്പിൽ പിടികൊടുക്കേണ്ടി വന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിന്റെ മുന്നോടിയായി 22 സുഹൃത്തുക്കളെ പോലീസ് കരുതൽ തടങ്കിൽ വെക്കുകയും ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തതിൽ നിന്നാണ് അർജുൻ ഇത്തരത്തിൽ കണ്ണൂർ വിട്ടു പോയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ദിവസങ്ങളിൽ തളിപ്പറമ്പുള്ള ഒരു ബാറിലായിരുന്നു ഒളിസങ്കേതമായി കണ്ടെത്തിയിരുന്നത്. ഇവിടെ ഉൾപ്പെടെ ഇന്ന് പോലീസ് വിശദമായ പരിശോധന നടത്തും. മാത്രവുമല്ല ഒരു കൂസലുമില്ലാതെ മാസ്ക് പോലും ധരിക്കാതെ വളരെ നിസ്സാരനായിട്ടാണ് ഇയാൾ ഇവിടെ ഈ നഗരത്തിൽ ഉൾപ്പെടെ കടന്നു പോയിട്ടുള്ളത്, ഓട്ടോയിൽ ഉൾപ്പെടെ സഞ്ചരിച്ചിട്ടുള്ളതെന്നും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആശ്ചര്യകരമാണ്. അതായത് പോലീസ് എല്ലായിടത്തും വല വിരിക്കുമ്പോൾ പോലും നെഞ്ചും വിരിച്ച് നടക്കാൻ എങ്ങനെയാണ് അർജുൻ ആയങ്കിക്ക് കഴിഞ്ഞതെന്നുള്ള വലിയ ചോദ്യമാണ് ഈ ഘട്ടത്തിലും പുറത്ത് വരുന്നത്. ഇതിനു വേണ്ടി ബാഹ്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസിന്റെ ഉള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രഹസ്യങ്ങൾ ഉൾപ്പെടെ ചോർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായി ഇപ്പോൾ പോലീസ് പരിശോധിക്കുകയാണ്. എന്തായാലും തീർച്ചയായും അത് തന്നെയാണ് ജോസഫ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായി പോലീസിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസിൽ നിന്ന് ലീക്കായി കൃത്യമായി അർജുൻ ആയങ്കിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. ഒപ്പം പാർട്ടി കൈവിട്ടുവെങ്കിലും ഈ പറഞ്ഞതുപോലെ പാർട്ടി അണികളും അല്ലെങ്കിൽ ഗുണ്ട അണികളും ഒന്നും ആയങ്കിയെ അത്ര വേഗം കൈവിട്ടിട്ടില്ല. അത് തന്നെയാണ് ഇത്രയും സുരക്ഷിതമായി വളരെ കെയർലെസ് ആയി അങ്ങോളം ഇങ്ങോളം നടന്ന് ഈ സംവിധാനങ്ങളെയൊക്കെ ഈ ഡിജിറ്റൽ മാധ്യമങ്ങളുടെ ഡിജിറ്റൽ വേദികളിലൂടെയൊക്കെ ഇത്തരത്തിൽ ആക്ഷേപിക്കാനൊക്കെയുള്ള ഒരു ധൈര്യമടക്കം അർജുൻ ആയങ്കിക്ക് നൽകുന്നത്. എന്തായാലും അർജുൻ ആയങ്കി വലയിലായിരിക്കും.